ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒമാനി കബൂലി റൈസാണ്. അപ്പം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, ഇഞ്ചി പൗഡർ 1/2 ടീസ്പൂണ്, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഉണക്കനെല്ലിക്ക. ഇതൊക്കെ സ്റ്റവ് ഓണാക്കി പാത്രം വെച്ച് കൊടുക്കും. അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഞാൻ അതിലേക്ക് ഉള്ളിയും ഉണക്കനെല്ലിക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി പൗഡർ ഇവയും യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേണ്ട ചിക്കൻ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശേഷം അതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കും. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു കൊടുക്കാം. ഏകദേശം അതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ വെച്ചിട്ടുണ്ട്. ഈ ഏകദേശം വെന്തതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി അതിൻ്റെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അത് മൂടി വെക്കാം. ഇനി ഞാൻ ആ ചിക്കൻ ഒന്നും കൂടി റെഡിയായി എടുക്കാൻ വേണ്ടി ഞാനത് ഇനി അതിനെ നമുക്കൊന്ന് എയർ ഫ്രൈയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ശേഷം ഞാൻ വീണ്ടും വന്ന് മന്തി റൈസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാനൊരു ഫ്രൈ പാനിൽ ബട്ടർ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഞാനത് അതിൽ ചേർക്കാൻ മറന്നിട്ടുണ്ട്. അതിന് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വെളുത്ത കടല ഞാൻ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. ഇനി അതിലേക്കും ആവശ്യമായ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ജീരകപ്പൊടി 1/2 ടീസ്പൂണ്,
ഇഞ്ചി പൗഡർ 1/2 ടീസ്പൂൺ. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമാണ് ഞാൻ അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശമൊക്കെ റെഡിയായി വന്നതിന് ശേഷം നമുക്ക് എയർ ഫ്രൈയിൽ ചെയ്തെടുത്ത ഇറച്ചി നമുക്ക് എടുത്ത് സെറ്റാക്കാം. അപ്പം റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാഗ്നേറ്റ് ചെയ്തെടുത്ത കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഓരോ പീസ് ഇറച്ചിയും ചേർത്ത് കൊടുക്കാം. ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.